ഓൾ ഇന്ത്യൻസ് ആർ വെൽക്കം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തി വെച്ചിരുന്നത് ഇവിടം വരെയാണ്. ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ബാക്കി ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ഇത്രയും നമ്മൾ ചെയ്തു വെച്ചു. നമുക്ക് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എക്സാം ഒക്കെ ആയിരുന്ന ഒരുപാട് നാൾ എക്സാം ഒക്കെ ആയിരുന്നുകൊണ്ടാണ് ഒരുപാട് വീഡിയോ വരാതിരുന്നത്. ഇപ്പം അത്യാവശ്യമായിട്ട് കുറച്ച് ദിവസം വിളിച്ചേക്കാം. രണ്ടാമത്തെ എവിടെ ഇത് ഒരെണ്ണരിക്കട്ടെ, മതി. പോരാ ശവലം കൊണ്ട് എടുത്ത് വയ്ക്കാം. സെറ്റായി. നമുക്ക് ഇന്നത്തെ പണി വീണ്ടും തുടങ്ങാം. നമ്മളിത് വന്നിരിക്കുന്നത് ഐസാണെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു സെറ്റപ്പ് ഞാൻ കണ്ട, അപ്പൊ അതൊന്നും നമുക്ക് ചെയ്തു വെക്കാം. അതായത് സംഭവം വേറെ ഒന്നുമില്ല, പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ടോട്ടല് 3 ഗോൾഡ് ആയിട്ടുണ്ട്. അതിനോട് അയണ്ടാതില്ലേ, അതാണ് ഇരിക്കട്ടെ. ഇപ്പൊ ചെസ്റ്റ് നിറഞ്ഞ് ഇതിൻ്റെ അകത്ത് നോക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ചെസ്റ്റിൻ്റെ അകത്ത് ഫുഡ്, ചെസ്റ്റിൻ്റെ അകത്ത് റൂൾസ്, ആർമേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് തരംതിരിച്ച് വയ്ക്കാം. അപ്പൊ ഞാൻ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഞാനത് എല്ലാം ഓരോ ചെസ്റ്റുകളിൽ ഓരോ വിധത്തിലുള്ള സാധനങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഈ ചെസ്റ്റ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫുൾ ടൂൾസുകളൊക്കെയാണ്. ഇതിൽ തന്നെ ആയിരിക്കും ആർമറുകൾ വരാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ സ്റ്റോബ് സംഭവങ്ങളൊക്കെയാണ് വരാറുള്ളത്. ഇതിൽ നമ്മൾ അയൺ, ഗോൾഡ്, ഡയമണ്ട്, ഇങ്ങനെ ബക്കറ്റ്, ലാവ, വാട്ടർ, അതൊക്കെയാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ ഇങ്ങനത്തെ വുഡ്, ഇങ്ങനത്തെ ബ്ലോക്കുകളൊക്കെയാണ് ഉള്ളത്. ബാക്കി സാധനം മൊത്തം ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച്. പിന്നെ നമുക്ക് വീണ്ടും ഇതിലേക്ക് പോവാം. ടൂൾസൊക്കെ ഇവിടെ ഒരു സാധനം എടുത്തില്ല. ഇതല്ലേ ഇവിടെ വേറൊരു പരിപാടി ഞാൻ ചിന്തിച്ച് വെച്ചേക്കാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാം. ഞാൻ വേറെ യൂട്യൂബിൽ കണ്ട ഒരു സംഭവമാണ് ഇത്. അതെന്ന് വെച്ചാല് ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാതിരിക്കുന്ന സംഭവം എന്തിനാണെന്ന് വെച്ചാല്, ഞാൻ ഇവിടെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ നേരം എടുക്കണം. രാവിലെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ ഗായ്സ്, സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരമൊക്കെ വിളിച്ച് നമ്മൾ ഇത്ര നേരം മൈൻഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി അടുത്ത സ്റ്റേജ്, ഇനി അടുത്ത എന്തിനാണ് വരാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യ. ഷീപ്പൊക്കെ കിടന്നു ഫുഡൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ക്രീപ്പറെല്ലാം വരും. എനിക്ക് തോന്നുന്നു മറ്റേ കടലിലെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. സാൻഡല്ലേ ഇത്? ഒരു വിശ്വാസം. സാൻഡല്ല, മറ്റേ കടലിൽ കാണുന്ന കട്ടിയുള്ള സംഭവം. അതിന്റെ പേര് നമുക്ക് റെസ്റ്റോറൻറ്റ് ആവാതിരിക്കണം. റെസ്റ്റോറൻറ്റ് എനിക്ക് വയ്യ, ചേർത്തോണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാല് ഇവിടെ നമ്മളിപ്പോ ഇങ്ങനെ ഇത് പൊടിച്ചോണ്ടിരിക്കും, ബ്ലോക്കുകൾ പൊടിച്ചോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് ഒരു ക്രീപ്പറോ വല്ലതും പൊട്ട് വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് ഇത്ര ഭാഗം അങ്ങ് പോകും. ഇത്രയും വെച്ച് വലിയ കഷ്ടപ്പാടില്ലെങ്കിലും ഇത്രയും വെച്ചതല്ലേ, അപ്പൊ ഇത്രയും പൊട്ടിപ്പോവും. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഇവിടെ നിന്നൊരു ബ്ലോക്ക് പൊട്ടിക്കും, അവിടെ ഒരു വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. മനസ്സിലാവും. നമുക്ക് സീഡുകളൊക്കെ കിട്ടിയായിരുന്നു. സീഡ് എന്തെങ്കിലും സീഡും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കൃഷിയൊക്കെ ചെയ്യായിരുന്നു. താൽക്കാലികമായ എന്തെങ്കിലും സീഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തിനാണ്. ഇതിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എത്ര ഒരു 2 ബ്ലോക്കും കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 2 ബ്ലോക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ചെയ്യുന്ന നോക്കിയോ. ഇങ്ങനെ നമുക്ക് ഇത്തരം സാധനങ്ങളാണ് ഇപ്പൊ വേണ്ടത്. നമുക്ക് ആ പണിയിലേക്ക് പോവാം. ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളിതിനായിട്ട് ആദ്യം നമ്മൾ ഫെൻസ് എടുക്കുക. എടുത്തിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് കഴിഞ്ഞ. ഓക്കെ, ഫെൻസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ. അത് വേണ്ട. ഇവിടെ നമ്മള് ഇവിടെ ഗേറ്റ് വെക്കണം. ഓക്കെ, ഞാൻ അടുത്ത പരിപാടി ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിലോട്ട് ഇറങ്ങണം. ഓക്കെ, ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് എടുക്കാം. മറച്ചാൽ അങ്ങനെ ശരിയോ? അങ്ങനല്ല. ഇവിടെ പൊട്ടിക്കുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വെച്ച ബ്ലോക്ക് ഇവിടെ കാണും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിക്കണം. ഇനി അയ്യോ, തോന്നുന്നു നമ്മൾ ഒരു ബ്ലോക്കും കൂടെ പൊട്ടിക്കണമായിരുന്നു. വെച്ചില്ലല്ലോ, പോയി. ഒരു ബ്ലോക്കും കൂടെ പൊട്ടിക്കേണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ എന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിയ ബക്കറ്റ് വെള്ളം. വെള്ളം എടുക്കാം. ഇതൊക്കെ നമുക്ക് അങ്ങ് പൊട്ടിച്ചേർക്കാം. ഇവിടെയാണ് വേണ്ടത് ബ്ലോക്ക്. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചതെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇവിടെ ക്രീപ്പറോ അങ്ങനത്തെ എന്തെങ്കിലും സ്പോൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ കാണാതിരിക്കാനാണ്. ഇപ്പോഴും നമുക്ക് രക്ഷപ്പെടാം. പിന്നെ സ്റ്റെപ്പ് എടുത്തത് ഇവിടെ ഇങ്ങനെ വെക്കാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ബാക്കിലോട്ട് വരാൻ പറ്റും, ഇറങ്ങണമെങ്കിൽ പറ്റും. നമ്മുടെ മൈനിങ് ഇത്ര എളുപ്പമാവും. ഇതിനായിട്ടാണ് നമ്മൾ ഇത്ര ചെയ്തത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ പോയിട്ട് അതല്ല, അടുത്ത എപ്പിസോഡ് വരുമ്പം
ഞാൻ ഈ ഫ്രണ്ട്സിൻ്റെ അകത്ത് തരില്ലേ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇനി അടുത്ത എപ്പിസോഡ് വരുന്നവരെ കാത്തിരിക്കുക. ബൈ ബൈ.